അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, പടച്ചവനെ എനിക്കിനി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണം. എൻ്റെ സമ്പത്തിൽ, എൻ്റെ മുതലിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത്, റിസ്കിൽ വിശാലത നൽകണമെന്നൊക്കെ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് നാമൊക്കെ. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞു തരുന്ന 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ദീർഘായുസ്സ് ലഭിക്കും, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മുതലിൽ ബർക്കത്തുണ്ടാവും. ഏതാണ് ആ 2 കാര്യം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ബറക്കത്ത്, അതുപോലെ ദീർഘായുസ്സ് ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റിസ്കിൽ, സമ്പത്തിൽ വർധനവ് ആഗ്രഹിക്കുന്നവർ, അവർ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്യട്ടെ. അതുപോലെ തന്നെ അവൻ്റെ കുടുംബബന്ധം പുലർത്തട്ടെ. ഈ 2 കാര്യം ചെയ്താൽ നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാവും. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നല്ല ആളുകൾ, ആരാണ് നല്ല മനുഷ്യർ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ആ വന്ന മനുഷ്യന് പറഞ്ഞു കൊടുത്തു, ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ. അപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ, ദീർഘായുസ്സ് ലഭിച്ച മനുഷ്യർ, അവരുടെ ജീവിതത്തിൽ അവർ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്തു, അള്ളാഹു പൊരുത്തപ്പെടാത്ത ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്ത മനുഷ്യൻ, അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ മനുഷ്യൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുപാട് കാലം ഇവിടെ ജീവിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചാൽ ആ ജീവിതകാലം മുഴുവനും നല്ല കാര്യങ്ങളുമായി, അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളുമായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കണം. അള്ളാഹു അതിനൊക്കെ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നമുക്കും, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബം, അതുപോലെ തന്നെ പല ആളുകളും കമൻറ്റിൽ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്, അവർക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.